ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാദേവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ശ്രീ ഭഗവതിയേ നമഃ. ശ്രീ മഹാദേവേ നമഃ. ഇന്ന് 25-ാമത്തെ അധ്യായത്തിൽ ധൂമ്രലോചനനെ ദേവി വധിക്കുന്ന ഭാഗമാണ് പറയാനുള്ളത് നമുക്ക്. അപ്പൊ ഈ ധൂമ്രലോചനന്റെ വാക്കുകൾ കേട്ടത്, ധൂമ്രലോചനാണല്ലോ ഇപ്പം ദേവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാ, എൻ്റെ കൂടെ വന്നോ, ഞാൻ നിന്നൊന്നും ചെയ്യാതെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക എന്നെല്ലാം പറയുന്നത് ധൂമ്രലോചനാണല്ലോ. അപ്പൊ അത് കേട്ടിട്ട് കാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ധൂർത്താ, നീ ഒരു വിദൂഷകൻ തന്നെ കേട്ടോ, നല്ല തമാശയാണ് നിന്റെ വാക്ക് കേൾക്കാൻ. നീ ഒരു വലിയ നടനാണെന്ന് തോന്നുന്നുവല്ലോ. അതെയാ, നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ നിന്റെ പ്രഭു അയച്ചത് യുദ്ധത്തിനല്ലേ നിന്നെ അയച്ചത്? അപ്പോൾ യുദ്ധം ചെയ്യുക. നിന്റെ യജമാനന്മാരായ നിശുംഭന്മാരെ, നിന്റെ സൈന്യങ്ങളെയും കൊന്ന് ദേവി തിരിച്ചു പോകും. നിന്റെ രാജാവായ നിശുംഭന്മാരോട് ചെന്ന് പറയുക, ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് തിരിച്ചു പോകുക എന്ന്. ഞാൻ ഓരോരാളോടും പറയുന്ന വാക്ക് ഇത് തന്നെയാണ്. ഒന്നുകിൽ യുദ്ധം ചെയ്തിട്ട് മരിച്ചിട്ട് യമലോകത്തേക്ക് പോയിക്കോ, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ജീവനോടെ പോയിക്കോ. കാളിയുടെ വാക്കുകൾക്ക് ധൂമ്രലോചന ദേഷ്യം എന്ന ചുവന്ന കണ്ണുകളോടുകൂടി കാളിയോട് പറഞ്ഞു, ദുർമുഖേ, ഓ ഇത്ര നല്ലത് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയലായ. നിന്നെയും സിംഹത്തിനെയും കൊന്ന് ഈ ദേവിയെ ഞാൻ ശുംഭന് കാഴ്ചവെക്കും. കാളിയോടാന്ന് പറഞ്ഞു ദുർമുഖിയെന്ന്. രസഭംഗം വരേണ്ടെന്ന് വെച്ചാണ് ഞാൻ അതിക്രമത്തിന് പുറപ്പെടാത്തത്, അല്ലെങ്കിൽ നിന്റെ ദേവിയെ ഞാൻ ഇതിനു മുമ്പ് തന്നെ വധിച്ചേനെ. ഓഹോ. ധൂമ്രന്റെ വാക്ക് കേട്ട് കാളി പറഞ്ഞു, വീൺവാക്ക് പറയാറടാ, വേഗം യുദ്ധത്തിന് ഇറങ്ങുക, വേഗം കാലവരിക്ക് യാത്രയാകാം. ഇത് കേട്ട ഉടനെ ധൂമ്രൻ കാളിയുടെ നേർ കമ്പയച്ചു. ഇന്ദ്രൻ തുടങ്ങിയ സ്വരന്മാർ ആകാശത്തിൽ വിമാനത്തിൽ നിലയുറപ്പിച്ചു. കാണണ്ടേ എന്താണ് ആവുന്നെന്ന് കാണാല. അവർ ദേവിയെ ജയാരവം മുഴക്കി സന്തോഷിപ്പിച്ചു. അമ്പും വില്ലും ഗതയും വേലുമെടുത്ത് കാളിയും ധൂമ്രനുമായി ഘോരമായ യുദ്ധം നടക്കുകയാണ്. കാളി ബാണങ്ങൾ കൊണ്ട് ധൂമ്രന്റെ തേരിനെയും തേർവലിക്കുന്ന കഴുതകളെയും തകർത്തട്ടഹസിച്ചു. ധൂമ്രൻ വേറൊരു തേരിൽ വന്ന് കാളിയുടെ നേർക്ക് ശരവർഷങ്ങൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു. അവയൊക്കെ തന്നെ കാളിയും ഖണ്ഡിച്ചു. ധൂമ്രന്റെ നേർക്ക് കാളിയും ശരങ്ങൾ ദുരിതരായച്ചു. ദാനവന്റെ സൈന്യത്തെയും പടക്കോപ്പുകളെയും കാളി തകർത്തു. ദേവന്മാർ ശംഖനാദം മുഴക്കി. തേര് തകർന്നപ്പോൾ ദൈത്യൻ രോഷത്തോട് പരിഘമെടുത്ത് കാളിയുടെ നേർക്ക് പാഞ്ഞെത്തി. ഉടനെ ദേവി ഹുങ്കാരത്തോട് ധൂമ്രനെ ഭസ്മമാക്കി. ദൈത്യവധം കണ്ട് ദേവകൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. പോർക്കളൻ ശവങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഭീകരമായ കാഴ്ച. കഴുകനും കാക്കകൾക്കും സമൃദ്ധമായ സദ്യ തരമായി. അവർ ശരങ്ങളെ കടിച്ച് വലിച്ച് കഷ്ണങ്ങളാക്കി തിന്നുകൊണ്ടേയിരുന്നു. ദേവി ആ പോർക്കളം വിട്ട് ദൂരെ നിന്ന് ശംഖനാദം മുഴക്കി. ആ ഗംഭീരനാദം ദിഗന്ധങ്ങളിൽ മാറ്റൊലിക്കൊണ്ടു. ശുംഭന്റെ ബാക്കിയായ ഭടന്മാർ ചോരയും ഒലിപ്പിച്ചുകൊണ്ട് ശുംഭന്റെ അടുത്തെത്തി. കൈകാൽ മുറിഞ്ഞും നടുകൊടിഞ്ഞും ഭടന്മാർ തിരിച്ചു വന്നു. ശംഖനാദം കേട്ട് പരിഭ്രാന്തരായവർ പറഞ്ഞു, അമാനുഷപ്രഭാവമുള്ള ആ കാളി നമ്മുടെ സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. ധൂമ്രലോചനെയും മൗൾഭസ്മമാക്കി. ദേവന്മാർക്ക് ആനന്ദവും ദാനവന്മാർക്ക് ഭീതിയും ജനിപ്പിച്ചു. ദേവന്മാർക്ക് പരമ സന്തോഷമായല്ലോ. ഇനിയിപ്പോ സ്വർഗത്തിൽ കയറിയിട്ട് സിംഹാസനത്തിൽ ഇരിക്കാലെന്നൊക്കെ ദേവേന്ദ്രൻ വിചാരിക്കണ്ടാവും. ശംഖനാഥം മുഴക്കിയത് ആ ദേവി തന്നെയാണ്. ദേവിയുടെ വാഹനമായ സിംഹവും പോർക്കളത്തിൽ ഇറങ്ങി അലറാൻ തുടങ്ങി. എല്ലാം തകർത്തു. ധൂമ്രലോചനൻ ഭസ്മമായപ്പോൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ജയജയാരവവും ആകാശത്തിൽ മുഴങ്ങി. അസുരശ്രേഷ്ഠ, ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുമെന്ന് തോന്നുന്നില്ല. മന്ത്രവിത്തുക്കളായ മന്ത്രിമാരോടുകൂടി ചിന്തിച്ച് അടുത്തതായി എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ ഒറ്റക്ക് യുദ്ധം ചെയ്യുകയോ എന്ന് ഓർക്കുമ്പോ തന്നെ ആശ്ചര്യം തോന്നുന്നല്ലോ. ഒരു പേടിയുമില്ലാതെ സിംഹാരൂഢയായി മതോദ്ധതയായി യുദ്ധം ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നു. അവരുടെ സഹായത്തിന് ദേവന്മാരുടെ സൈന്യമുണ്ട്. ഗന്ധർവ കിന്നരന്മാരും രക്ഷോഗണങ്ങളും
അവളുടെ കൂടെ ഉണ്ട്. ഒരു പക്ഷേ ഇതെല്ലാം ഞങ്ങളുടെ ഊഹങ്ങളാവാം, പറയാൻ വയ്യ. ആ ജഗദംബികക്ക് എന്തിനാണ് വേറൊരാളുടെ സഹായം, ആരുടെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തകർക്കാൻ അവനൊറ്റക്ക് മതി, ആ ജഗദംബിക. ഭടന്മാരുടെ വാക്കേട്ട് ശുംഭൻ അനുജനായ നിശുംഭനോട് പറഞ്ഞു, സോദരാ, ധൂമ്രലോചനെ കാളികാലപുരി കഴിച്ചു, സൈന്യത്തെ മുഴുവൻ തകർത്തു. മഹാഗർഭീതിയായവൾ ശംഖനാദം മുഴക്കുകയാണ്. കാലത്തിന്റെ ഗതി ജ്ഞാനികൾക്കും അജ്ഞാതമാണ്, ആർക്കൊന്നും പ്രവചിക്കാൻ പറ്റൂല. പുല്ലിനെ വജ്രമാക്കാനും വജ്രത്തിനെ പുല്ലാക്കാനും സമയത്തിന് സാധിക്കും. ഇനി എന്ത് വേണമെന്ന് ചിന്തിക്കാനാണ് നിന്നെ വിളിപ്പിച്ചത്. സഹോദരാ, അവളോട് യുദ്ധം ചെയ്യുന്നത് തന്നെയാണ് ശ്രേയസ്കരം. പടയും കൂട്ടി ഞാൻ പോയി യുദ്ധം ചെയ്ത് അവളെ കൊണ്ടുവരാം. അല്ല, ഇനി ഞാൻ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ പിന്നീട് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് പ്രവർത്തിച്ചാലും എന്ന് പറഞ്ഞു നിശുംഭൻ. നിശുംഭന്റെ വാക്കേട്ട് ശുംഭൻ പറഞ്ഞു, ഇപ്പോൾ നീ പുറപ്പെടേണ്ട. മഹാബലവാന്മാരായ ചണ്ടമുണ്ടന്മാർ പോകട്ടെ. മുയലിനെ പിടിക്കാൻ മതയാനെ അയക്കേണ്ട ആവശ്യമുണ്ടോ? അഹങ്കാരം വെക്കുന്നില്ല. ചണ്ടമുണ്ടന്മാരെ സൈന്യങ്ങളോടുകൂടി ദേവിയുടെ സൗധത്തിലേക്ക് അയക്കാൻ ശുംഭന്മാർ തീരുമാനിച്ചു. ചണ്ടമുണ്ടന്മാരെ വിളിച്ച് ദാനവേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കാളിയെ വധിച്ച് ആ ദേവിയെ കൂട്ടിക്കൊണ്ടുവരുവേ. ഇനി അവൾ വരാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവളെ വധിക്കാനും മടിക്കണ്ട കേട്ടോ. എല്ലാറ്റിനും എന്റെ സമ്മതം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ധൂമ്രലോചന വധം എന്ന 25-ാം അധ്യായം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു നമ്മൾ. ഇനിയിപ്പോ ചണ്ടമുണ്ടന്മാരും ദേവിയും തമ്മിലുള്ള മഹായുദ്ധം, ഘോരഘോരമായ യുദ്ധമാണ് വർണ്ണിക്കുന്നത്. നിശുംഭന്മാരുടെ കൽപ്പന കേട്ട് മഹാബലവാന്മാരായ ചണ്ടമുണ്ടന്മാർ സൈന്യത്തോടുകൂടി ദേവി സന്നിധിയിലേക്ക് പുറപ്പെട്ടു. അവർ പറഞ്ഞു, ബാലേ, നിശുംഭന്മാർ ഇന്ദ്രാദിദേവന്മാരെ ജയിച്ച വീരപരാക്രമികളാണെന്ന് കേട്ടിട്ടില്ലേ? ഈ കാളിയും സിംഹവും മാത്രമല്ലേ നിനക്ക് തുണയായിട്ടുള്ളത്? മഹാശക്തനായ ശുംഭനെ ജയിക്കുവാൻ സാധിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ നാശത്തിനാണ് ദേവന്മാർ നിന്നെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്. സുന്ദരിയായ സ്ത്രീയായ നിന്റെ ബലവും ദേവന്മാരെ മുഴുവൻ തോൽപ്പിച്ച് എന്റെ പ്രഭുവിന്റെ ബാഹുബലവും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല. ഐരാവതത്തിന്റെ തുമ്പിക്കരം വെട്ടാനും മതിച്ചാനയുടെ മസ്തകം പിളർക്കാനും ശക്തനായ അസുരശ്രേഷ്ഠനെ നീ വരിക്കൂ സുന്ദരി. വെറുതെ ജീവിതം പാഴാക്കേണ്ട കേട്ടോ. എന്തിനാണ് അനാവശ്യമായ ദുഃഖം വരുത്തുന്നത്? സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുപിടിക്കുന്നവരെയല്ലേ, അവരെ അല്ല ബന്ധുവാക്കേണ്ടത്. ചണ്ടമുണ്ടന്മാരുടെ വാക്കേട്ട് ജഗദംബിക ഇടിവെട്ടും വിധം ഗർജിച്ച് ഇപ്രകാരം പറഞ്ഞു, ദുർമതേ, വീരത്വം വിളമ്പണ്ടാട്ടോ. എനിക്കത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. രുദ്രനെയും വിഷ്ണു തുടങ്ങിയവരെയും വിട്ടു നിന്റെ പ്രഭുവിനെ ഞാൻ ഭരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? എനിക്ക് ഭർത്താവിനെ ആവശ്യമില്ല. എന്നാലല്ലേ ഞാനിപ്പോ വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഭർത്താവിനെ കൊണ്ട് എനിക്കൊന്നും നേടാനുമില്ല. എല്ലാവർക്കും ഭർത്താവാണ് ഞാൻ. സർവഭൂതജാലങ്ങളെയും ഭരിക്കുന്നവളാണ് ഞാൻ. മൂഢാ, വേഗം യുദ്ധം ആരംഭിക്കുക. നിന്റെ സഹജാതനെയും ഞാൻ വധിക്കും. അതിനുശേഷം രക്തബീജനെയും നിശുംഭന്മാരെയും ഞാൻ കാലപുരിക്കയക്കും. ബാക്കിയുള്ള ദാനവപ്പടയെയും ഞാൻ നാമാവശേഷമാക്കും. ഒന്നും ഞാൻ ബാക്കി വെച്ചൂല, പേടിക്കണ്ട. ദേവിയുടെ വാക്കുകൾ കോപിഷ്ഠരായ ചണ്ടമുണ്ടന്മാർ ദേവിയുടെ നേർക്ക് ശരങ്ങളയക്കാൻ ആരംഭിച്ചു. ദേവി ശംഖമെടുത്തൂതി. ആ ശംഖധ്വനി കേട്ട ദേവന്മാരും യക്ഷകിന്നര ഗന്ധർവന്മാരും ആനന്ദിച്ചു. ചണ്ടമുണ്ടന്മാരും ദേവിയും തമ്മിലുള്ള ഘോര ഘോര യുദ്ധം കണ്ട് ജനങ്ങളെ പേടിച്ച് കാലിലെ പോലെ ഉറച്ചു. ചണ്ടൻ അയച്ച അസ്ത്രങ്ങളെല്ലാം ദേവി ഖണ്ഡിച്ച് മൂർച്ചയുള്ള അമ്പുകളുടെ നിര തന്നെ ദേവി അവർക്ക് നേരെ തൊടുത്തു വിട്ടു. പുതുമഴയിൽ വിള കേടാക്കുന്ന പാറ്റകൾ വയലിൽ പാറിക്കളിക്കുന്നത് പോലെ ബാണങ്ങൾ കൊണ്ട് ആകാശം മൂടി. മുണ്ടനും തന്റെ സൈന്യത്തെ പോർക്കളത്തിലിറക്കി. കൂർത്തുമൂർത്ത ബാണങ്ങൾ ദേവിയുടെ നേർക്കയക്കാൻ ആരംഭിച്ചു. ഈ ബാണവർഷം കൊണ്ട് ദേവിയുടെ മുഖം കാർമേഘം പോലെ കറുത്തു. പുരികക്കൊടി വളഞ്ഞു. കണ്ണുകൾ വാഴക്കൂമ്പുകൾ പോലെയായി. അപ്പോൾ ഭൂമധ്യത്തിൽ നിന്ന് ഭദ്രകാളി ആവിർഭവിച്ചു. പുലിത്തോലാടയും ആനത്തോൽ ഉത്തരീയവും ധരിച്ച് മുണ്ടമാല ചാർത്തി ഖഡ്ഗവും മറ്റായുധങ്ങളും കയ്യിലേന്തി കാളരാത്രി സമാനിയായി പ്രത്യക്ഷപ്പെട്ടു. വിസ്താരമായ മുഖവും ചുവന്ന നാവും പുറത്തേക്ക് നീട്ടി
ഭീകരാകാരം പൂണ്ടവൾ ദൈത്യന്മാരെ ആട്ടിപ്പിടിച്ച് വായിലിട്ട് ചാവച്ചരക്കാൻ തുടങ്ങി. തന്റെ കൂർത്തമൂർത്ത ദംഷ്ട്രങ്ങളെ കൊണ്ട് ആനകളെയും ആനക്കാരെയും കുതിരകളെയും വായിലേക്കിട്ട് അണപ്പല്ലുകളെ കൊണ്ട് ചവച്ചരച്ച് കുളം പോലെയുള്ള തന്റെ വയറിലാക്കി. സൈന്യങ്ങൾ നശിക്കുന്നത് കൊണ്ട് ചണ്ടമുണ്ടന്മാർ ബാണങ്ങൾ ഇടവിടാതെ അയച്ചു. ചണ്ടൻ സൂര്യപ്രഭയാർന്ന തന്റെ ചക്രമെടുത്ത് ദേവിയുടെ നേർക്കെറിഞ്ഞ് അട്ടഹസിച്ചു. അമ്പുകളെടുത്ത് ദേവി ചണ്ടനെ പ്രഹരിക്കാൻ തുടങ്ങി. ആ അടിയിൽ ചണ്ടൻ ബോധമറ്റ് നിലം പതിച്ചു. ഭ്രാതാവിന്റെ വീഴ്ച കണ്ട് മുണ്ടൻ കുപിതനായി അസ്ത്രങ്ങളെ എടുത്ത് കാളിയുടെ മേൽ വർഷിക്കാൻ തുടങ്ങി. മുണ്ടന്റെ ആ അസ്ത്രങ്ങളെ കാളി തന്റെ തൂലികാസ്ത്രം കൊണ്ട് ഖണ്ഡിച്ച് എള്ളിൻമണി പോലെയാക്കി. ദേവി എന്ത് ചെയ്തു എന്നോ? അർദ്ധചന്ദ്രാകൃതിയിലുള്ള അമ്പുകൊണ്ട് അവനെ വീണ്ടും മുക്കോട് താടിച്ചു. ആ താടനത്തിൽ നിന്ന് തഞ്ചത്തിൽ മാറി കാളി അമ്പിനെ മന്ത്രം കൊണ്ട് മതം പോയ ആ വീരനും ഭൂമിയിൽ വീണു. ദേവന്മാരൊക്കെ ആകാശത്തിൽ നിരന്നിന്ന് ജയ 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 ശബ്ദം മുഴക്കിക്കൊണ്ടേയിരുന്നു. ദൈത്യരാണെങ്കിലോ ഹാഹാ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി നടന്നു. ഉടനെ തന്നെ ചണ്ടൻ മൂർച്ചയിൽ നിന്നുണർന്ന് ഊറ്റത്തില്ല ഊറ്റൻ ഗതയുമെടുത്ത് ദേവിയുടെ വലത്തെ കയ്യിൽ കോടടിച്ചു. ആ താടനത്തിൽ തഞ്ചത്തിൽ മാറി കാളി അമ്പിനെ മന്ത്രം കൊണ്ട് കയറാക്കി ദൈത്യനെ വരിഞ്ഞു കെട്ടി. ചണ്ടനെ ബന്ധിച്ചത് കൊണ്ട് മുണ്ടൻ മൂർച്ചയിൽ നിന്നുണർന്ന് ബലമേറിയ വേലുമെടുത്ത് കാളിയുടെ നേർക്ക് പാഞ്ഞു ചെന്നു. തന്റെ നേർക്ക് അസ്ത്രം പോലെ വരുന്ന മുണ്ടനെ കാളി മറ്റൊരു കയർ കൊണ്ട് വരിഞ്ഞു കെട്ടി. ആ രണ്ട് ദൈത്യന്മാരെയും കാളി രണ്ട് മുയൽക്കുട്ടികളെ പോലെ കയ്യിൽ തൂക്കി ദേവിയുടെ അന്തികത്തിൽ നിന്ന് പറഞ്ഞു. കാളി ദേവിയുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ദേവി, അവിടുത്തെ യുദ്ധയജ്ഞത്തിനായി ദൈത്യ പശുക്കളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഏറ്റുവാങ്ങിയാലെന്ന് പറഞ്ഞു. യുദ്ധമാകുന്ന യജ്ഞം നടത്താൻ യജ്ഞ പശുക്കളെ ഞാൻ കൊണ്ടുവന്നിട്ട് ചെന്നായ്ക്കളെ പോലെ അവസരന്മാരെ കൊണ്ടുവന്ന കാളിയോട് ദേവി മധുരമായി പറഞ്ഞു, കാളി, അവരെ വിടാൻ പാടില്ല, എന്നാ കൊല്ലുകയും വേണ്ട, ദേവന്മാരുടെ ഹിതം പോലെ പ്രവർത്തിക്കുക. പ്രകാരം ദേവി പറഞ്ഞപ്പോൾ കാളി പറഞ്ഞു, ദേവി, കീർത്തിയേറിയ അവിടുത്തെ യുദ്ധയജ്ഞത്തിൽ ഈ യജ്ഞ പശുക്കളെ എന്റെ വാൾ കൊണ്ട് വധിച്ച് ബലിക്രിയ നടത്തുന്നുണ്ട് ഞാൻ. കാളി തന്റെ വാൾ കൊണ്ട് ദൈത്യന്മാരുടെ ശിരസ്സറുത്ത് ആ ചുരമോന്തി പൊടിച്ചു. ഇത് കണ്ട് സന്തോഷമുണ്ട് ദേവി പറഞ്ഞു, നീ ദേവകാര്യം സാധിപ്പിച്ചു. ചണ്ടമുണ്ടന്മാരെ വധിച്ചതുകൊണ്ട് ഇന്നു മുതൽ നീ ചാമുണ്ട എന്ന പേരിൽ ഭൂമിയിൽ കീർത്തിപ്പെടും. അങ്ങനെ ചണ്ടമുണ്ടന്മാരെ വധിച്ചു. 26-ാം അധ്യായം നമ്മൾ സമർപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പം രക്തബീജയുദ്ധം. രക്തബീജനെ വധിക്കാൻ ഒരുപാട് പണിയുണ്ട്. ചണ്ടമുണ്ടന്മാരെ ദേവി വധിച്ചത് കണ്ട് പേടിച്ച ശേഷിച്ച സൈന്യങ്ങൾ അമ്പുകൊണ്ട് ദേഹമാകെ ചോരയൊലിപ്പിച്ച് കയ്യും കാലും മറ്റ് വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ടും അലറിക്കരഞ്ഞ് ശുംഭന്റെ അടുത്തേക്ക് ഓടിയെത്തിരി പറഞ്ഞു. ഇത് പറഞ്ഞു, മഹാരാജൻ, രക്ഷിക്കണേ രക്ഷിക്കണേ, കാളി ഞങ്ങളെ ഭക്ഷിക്കാൻ വരികയാണ്. വാനവരെ ജയിച്ച ചണ്ടമുണ്ടന്മാരെ കൊന്ന സൈന്യങ്ങളെ തനിക്ക് ഭക്ഷണമാക്കി അവൾ കൊലവിളിക്കുകയാണ്. പോർക്കളം നോക്കൂ, ചോരക്കളമായിരിക്കുകയാണ്. സൈന്യങ്ങളുടെ തലയോടും മുടിയും ആ ചോരപ്പുഴലിങ്ങനെ ഒഴുകി നടക്കുകയാണ്, മത്സ്യങ്ങളുടെ മാതിരി. അത് കണ്ട് പേടി തോന്നുന്നു ഞങ്ങൾക്ക്. ആശരാധീശ, സുരന്മാരാണെങ്കിൽ സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പാതാളത്തിലേക്ക് തിരിച്ചു പോകാം നമുക്ക്, അല്ലെങ്കിൽ ആ ദേവി എല്ലാം നശിപ്പിക്കും. അവരുടെ വാഹനമായ സിംഹവും ദൈത്യന്മാരെ ഭക്ഷണമാക്കുകയാണ്. രണ്ടുപേരും കൂടി, ഒരാൾ കൊല്ലുന്നു, ഒരാൾ തിന്നുന്നു. കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന കേട്ടിട്ടില്ല, അതുപോലെ. രാജൻ, നിങ്ങൾ രണ്ടാളെയും അവൾ വധിക്കും, സംശയമേ വേണ്ട, ഉറപ്പാണ് അക്കാര്യം. ഒരു സ്ത്രീ കാരണം വംശം മുടിയൂട്ടോ. ബന്ധുക്കളെ എല്ലാം കൊല്ലാൻ കൊടുത്ത് അവരെ നേടാമെന്ന് കരുതണ്ട. ജയവും തോൽവിയും ദൈവനിശ്ചയമാണ്. ഈ നിസ്സാരമായ പെണ്ണിന് വേണ്ടി നമ്മുടെ വംശത്തെ കുരുതി കൊടുക്കണോ? മഹാരാജാവേ, ദേവന്മാരെ ജയിച്ച് സ്വർഗം കരസ്ഥമാക്കി അങ്ങയുടെ ഈ ബാലിക യുദ്ധത്തിന് ആഗ്രഹിക്കുന്ന അത്ഭുതം തന്നെ. പണ്ട് പുഷ്കരത്തിൽ തപസ് ചെയ്ത് വരുന്നേണ്ടത് ഓർമ്മയുണ്ടോ?
ദേവന്മാരോ ദൈത്യന്മാരോ സർപ്പങ്ങളോ കിന്നരന്മാരോ ആണായി ജനിച്ചവരോ കൊല്ലാൻ പാടില്ല എന്ന് ആ വാക്കുകൾ സത്യമാക്കാനായി ഒരു സ്ത്രീ നിന്നെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കാം. അവൾ മഹാമായയാണ്, മൂലപ്രകൃതിയാണ്, സമസ്ത ലോകങ്ങൾക്കും ഈശ്വരിയാണ് അവൾ. എല്ലാവരും അറിയാതെ വരുന്ന നാവ് കൊണ്ട് സ്തുതിവാചകങ്ങൾ പറയുന്നു ദേവീന. സർവജ്ഞയാണ്, വേദമാതാവാണ്, ത്രിഗുണാത്മികയാണ്, ഗായത്രിയാണ്. ഇതൊക്കെ അവൾ തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കി അവളോടുള്ള വിരോധം ഉപേക്ഷിച്ച് അവളെ ശരണാഗതി അടയുകയാണെങ്കിൽ ആ ദേവി നമ്മെ രക്ഷിക്കും. അവളുടെ ആജ്ഞയനുസരിച്ച് വംശം രക്ഷിക രാജൻ. ബാക്കിയുള്ള ദൈത്യന്മാരെങ്കിലും ജീവനോടെ ഇരിക്കട്ടെ എന്ന് ഇവർ പറയണേന്നത്. വാനവരെ ജയിച്ച ശുംഭൻ തന്റെ ഭടന്മാരുടെ വാക്കുകൾ കേട്ട് വീരന്മാർക്ക് യോജിച്ച വിധത്തിൽ പറഞ്ഞു, ഹേ മൂഢന്മാരെ, യുദ്ധത്തിൽ തോറ്റാലും ധൈര്യം ഉപേക്ഷിക്കാമോ? വെറുതെ ജീവിച്ചാൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾ പാതാളത്തിലേക്ക് പോയിക്കോളൂ. ഈ ജഗത്ത് ദൈവത്തിന്റെ അധീനതയിലാണ്. നമ്മളെപ്പോലെ തന്നെ ദേവന്മാരും ദൈവനിശ്ചയത്തിന് അധീനനാണ്. എന്തൊക്കെയാലും ശരി, പ്രയത്നം അത്യാവശ്യമാണ് നമുക്ക്. സുഖവും ദുഃഖവും ജയവും പരാജയവും ജനനവും മൃത്യുവും കാലഗതിക്കനുസരിച്ച് നടന്നുകൊണ്ടേയിരിക്കും. ഒരു പെണ്ണിനെ പഴിച്ച് ഒളിച്ചോടാൻ വീരന്മാർക്ക് സാധ്യമാണോ? എന്തായി പറയണേ. അവൾ പോരിന് വിളിക്കുമ്പോൾ ജീവന് വേണ്ടി തിരിഞ്ഞോടുകയാണോ വേണ്ടത്? വെറുതെ കുറെ കാലം ജീവിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ്? അങ്ങനെ ജീവിച്ചിരുന്ന വേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും യുദ്ധം ചെയ്തേ പറ്റൂ. ജയമായാലും തോൽവിയായാലും ശരി, പ്രയത്നം കൂടാതെ ആർക്കും ഒന്നും നേടാൻ സാധ്യമല്ല. വരാനുള്ളത് വരിക തന്നെ ചെയ്യും. അത് വഴിയിലൊന്നും തങ്ങി നിൽക്കൂല എന്നും പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമല്ലേ? ദൈവത്തിന് വില മതിഷ്ഠമാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നത് ബുദ്ധിമാന്മാർക്ക് ചേർന്നതാണോ? ദൈവമുണ്ടെന്നതിന് ദൃഷ്ടാന്തമുണ്ടോ വല്ലതും? ധാന്യം തിരിക്കല്ലിലിട്ടാൽ പൊടിഞ്ഞു കിട്ടുമോ? അത് തിരിക്കന്നെ വേണ്ടേ കൈകൊണ്ട്? കാര്യം വേണമെങ്കിൽ കഠിന പ്രയത്നം വേണം. കഴുതക്കാലം പിടിക്കണം എന്നാണ് പറയുന്നത്. ശുംഭൻ യുദ്ധം ചെയ്യാൻ ഉറച്ച തീരുമാനമെടുത്ത് തന്റെ സൈന്യാധിപനായ രക്തബീജനെ വിളിച്ചു വരുത്തി പറഞ്ഞു. നല്ല വിശ്വാസമുണ്ട് രക്തബീജനിൽ. ഒന്ന് ചേർത്താല് ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേര് വരുന്നു. അങ്ങനെയാണ് രക്തബീജാസുരൻ. ഹേ മഹാബാഹോ രക്തബീജ, നീ തന്നെ യുദ്ധത്തിന് പോവുക. എന്റെ യുദ്ധപരാക്രമം കൊണ്ട് അവളോട് യുദ്ധം ചെയ്യുക. രക്തബീജൻ പറഞ്ഞു. മഹീപതേ, ഒട്ടും ആശങ്കപ്പെടേണ്ടാട്ടോ. ഞാൻ യുദ്ധം ചെയ്ത് അവളെ തോൽപ്പിച്ച് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം. പ്രകാരം പറഞ്ഞ് രക്തബീജൻ തേരിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു. രക്തബീജൻ ചതുരംഗപ്പടയോടുകൂടി ദേവി സന്നിധിയിലെത്തി. രക്തബീജന്റെ വരവ് കണ്ട ദേവി തന്റെ ശങ്കരൂതി. സ്വരന്മാർക്ക് ആഹ്ലാദവും ദൈത്യന്മാർക്ക് പേടിയും ഉണ്ടാക്കി. ആ ശങ്കാരവം കേട്ട് രക്തബീജൻ ചാമുണ്ടിയോട് പറഞ്ഞു, ഹേ ചണ്ഡികേ, ശംഖനാദം കേട്ട് ഞാൻ പേടിച്ചോടുന്ന് കരുതണ്ടാട്ടോ. നീ യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോരിനിറങ്ങുക. എന്റെ യുദ്ധവീര്യം കാരണമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുക. നീതിശാസ്ത്രവും അർത്ഥവിജ്ഞാനവും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, സാഹിത്യ തന്ത്രജ്ഞനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കുക. എന്താ, ധൂമ്രലോചനെ പോലെ എന്നെ ചാമ്പലാക്കാം അഹങ്കരിക്കണ്ട നീ. നവരസങ്ങൾ 9 അതിൽ ശൃംഗാരവും ശാന്തിയും പ്രധാനമാണെന്ന് അറിവുള്ളവർ പറയുന്നു. ഓഹോ, വിഷ്ണുഭൂമാതലും ശങ്കരൻ ഉമയിലും ബ്രഹ്മദേവൻ വാണിദേവിയിലും എന്ന പോലെ എല്ലാ ജീവജാലങ്ങളും സംയോഗ സുഖത്തിൽ സുഖം അനുഭവിക്കുന്നു. ഈ സംസാര സുഖം കിട്ടാത്തവർ യതികളാകുന്നു. കാമക്രോധ മോഹങ്ങൾക്ക് മുമ്പിൽ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും എന്ത് സ്ഥാനമാണുള്ളത്? അതുകൊണ്ട് സുരജേതാക്കളായ ശുംഭനെയും നിശുംഭനെയും വരിച്ചാലും ദേവി. രക്തബീജന്റെ വാക്കുകൾ കേട്ട് കാളിയും ചാമുണ്ടിയും അംബികയും ചിരിച്ചു. അങ്ങനെ അവരുടെ ചിരിയോടുകൂടി നമ്മൾ ഈ രക്തബീജ യുദ്ധം എന്ന 27-ാം അധ്യായം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു. ഇനി ബാക്കിയുള്ള കാര്യം രക്തബീജനെ യുദ്ധം ചെയ്യുമ്പം ഭയങ്കരമായ യുദ്ധാണ്. ഒരു തുള്ളി ചോര പോലും നിലത്ത് വീണുണ്ട്. വീണും കടന്ന് 1000 പേര് ഉയർന്നു വരുന്നു പറഞ്ഞില്ലേ, അത് മാതിരിയാണ്. അതുകൊണ്ട് നാളത്തെ കാര്യം എങ്ങനെ കണ്ടറിയാം നമുക്ക്. ഇന്നത്തെ ഭാഗം ദേവീപാദങ്ങളിലും പൊന്നുണ്ണിക്കണ്ണന്റെ പാദങ്ങളിലും സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി.